കൈമളി നമുക്ക് കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് വിശകലനമാണല്ലോ, വോട്ടിംഗ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ആര് ജയിക്കുമെന്നുള്ള ചർച്ചകൾ നടക്കുകയാണ്. പക്ഷെ ചില മണ്ഡലങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില മണ്ഡലങ്ങളുണ്ട്, നമുക്കൊന്ന് വർത്തമാനം പറഞ്ഞു പോകണം. ഒന്ന് എനിക്ക് തോന്നുന്നത് പാലക്കാട് തുടങ്ങാം. പാലക്കാട് ശോഭാ സുരേന്ദ്രനെതിരെ മത്സരിക്കുന്നത് UDFിൻ്റെ രമേശ് പിഷാരടി, LDFിൻ്റെ NRM റസാഖ്. അവസാന നിമിഷം UDF കാണിച്ച ഒരു വൃത്തികെട്ട നാടകമുണ്ട്. ഒരാളെ ഇറക്കി ഒരു സീൻ ക്രിയേറ്റ് ചെയ്ത് മതിലിൻ്റെ അപ്പുറത്ത് ക്യാമറ വെച്ച് ഒരു സ്ത്രീയുടെ മുഖം കാണിക്കാതെ ഒരു വൃദ്ധയായ സ്ത്രീയുടെ കൈവശം പണം വെച്ച് കൊടുക്കുന്നത് പോലെ ഒരു സീൻ ഉണ്ടാക്കി, കൊടുക്കുന്നില്ല, എന്നിട്ട് കയ്യിൽ നോട്ടിരിക്കുന്നത് വിഷ്വലൊക്കെ ഉണ്ടാക്കി അത് ശോഭാ സുരേന്ദ്രൻ്റെ ആളുകൾ കൊടുത്തതാണെന്നുള്ള ഒരു ക്യാമ്പയിൻ. അത് ഇവിടുത്തെ മീഡിയ അങ്ങ് ഏറ്റെടുത്തു. ഈ മീഡിയ വൺ പോലെയുള്ള ചാനലുകൾ അങ്ങനെ അർമാദിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും. അപ്പം ശോഭാ സുരേന്ദ്രൻ വലിയ തോതിൽ മുന്നേറ്റം ഉണ്ടാക്കുന്നു എന്ന് വന്നപ്പോൾ അതിനെ ഒരു നെഗറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടി കാണിച്ചതാണ്. പക്ഷേ അവസാനത്തെ റൗണ്ടിൽ എനിക്ക് തോന്നുന്നു ഒരു 5000-നും 10,000-നും ഇടയ്ക്ക് ഭൂരിപക്ഷത്തിനും മിനിമം ശോഭാ സുരേന്ദ്രൻ ജയിക്കും. അതെ, ജയിക്കാൻ തന്നെയാണ് ഏറ്റവും സാധ്യത. അതിലേക്ക് എത്തുന്നുണ്ട്, ഒന്നാമത്തെ കാര്യം. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. അത് പറയുമ്പോൾ ഓർക്കണം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3850 വോട്ടുകൾക്കാണ് ശ്രീധരൻ പരാജയപ്പെട്ടത്. അവിടെ ബൈ ഇലക്ഷൻ വന്നപ്പോൾ UDF സ്ഥാനാർത്ഥി 18,840 വോട്ടുകൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു. പക്ഷേ ആ കാലം കടന്നു, ഭൂരിപക്ഷം 15,000 വോട്ട് കൂട്ടി. തീർച്ചയായിട്ടും ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഓരോ ഇലക്ഷനും അതിൻ്റെ ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. അത് തന്നെയാണ് ഇവിടെ പ്രതിഫലിക്കാൻ പോകുന്നത്. ഇപ്പം അതോ ഒരു നിൽക്കുന്ന മണ്ഡലത്തിലെ ഇൻഡിവിജ്വൽ ആരാണെന്നുള്ളതാണോ? ശോഭ ഒരു അത്ഭുത പ്രതിഭാസമാണ്. അല്ല, ഇതെല്ലാം വരുന്നു. ശോഭ സുരേന്ദ്രൻ എവിടെ നിന്നാലും അവിടെ വോട്ട് കൂടും. അല്ല, ഞാൻ അത് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഈ നിൽക്കുന്ന ഇൻഡിവിജ്വൽ അത്ര ഇതാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മൾ അങ്ങനെ പരിഗണിക്കേണ്ടി വരും. അത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യം. അല്ല, പക്ഷേ രാഹുൽ എവിടെ പോയാലും അല്ല, ശോഭാ സുരേന്ദ്രൻ കേരളത്തിൽ എവിടെ മത്സരിച്ചാലും അതാണ് ഫിനോമിനലാണ്. മുമ്പ് തന്നെ നമ്മൾ ഇവിടെ ഒരു ഡിസ്കഷനിൽ അത് പറഞ്ഞിട്ടുണ്ട്. അതായത് കേരളത്തിൽ ഒരു 8 or 10 ഈവൻ അപ് ടു 15 മണ്ഡലങ്ങളിൽ ശോഭാ സുരേന്ദ്രൻ നിന്ന് ജാതിമത ഭേദമില്ലാതെ വോട്ട് കിട്ടും. പ്രത്യേകിച്ച് ഈ പലപ്പോഴും കേരളത്തിൻ്റെ ഇലക്ഷൻ സെനേറിയോയിൽ ഒരു ഡിസ്കഷൻ വരുന്നത് ആളുടെ ജാതി ഏത് മതമേത്. ഇന്ന് നിലവിൽ നോക്കുകയാണെങ്കിൽ ജാതി അപ്രത്യക്ഷമായി കേരളത്തിലെ ഇലക്ഷനിൽ നിന്ന്. അതായത് ഇന്ന ജാതിക്കാരൻ ഇന്ന അടുത്ത് നിർത്തിയാലേ പറ്റുള്ളൂ. ഇപ്പോൾ തിരുവനന്തപുരം എന്നുള്ള സ്ഥലത്ത് ഞാൻ ചോദിച്ചോട്ടെ, വി മുരളീധരനെ ഏത് മണ്ഡലത്തിൽ നിർത്താൻ പറ്റും? വി മുരളീധരൻ, ശോഭാ സുരേന്ദ്രൻ, കെ സുരേന്ദ്രൻ, ഇവരുടെയൊക്കെ ജാതി ഏതാണെന്ന് സത്യം പറഞ്ഞാൽ കേരളത്തിലെ BJPയുടെ വോട്ടേഴ്സ് അന്വേഷിക്കാറില്ല. BJPയുടെ കൾച്ചറും അതാണ്. ഇവരൊക്കെ ഈഴവ അല്ലെങ്കിൽ തീയ സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ്. പക്ഷേ നായർ ഭൂരിപക്ഷ മണ്ഡലത്തിൽ അവരെ നിർത്താൻ പറ്റും, ഒരു കുഴപ്പമില്ല. അവരുടെ കാസ്റ്റ് ആരും അന്വേഷിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ അവർ നിൽക്കുന്നതുകൊണ്ട് ഇത്തരം വ്യക്തികൾ, പ്രത്യേകിച്ച് ശോഭാ സുരേന്ദ്രൻ, ഒരു മണ്ഡലത്തിൽ വന്ന് നിന്നാൽ BJPയിൽ നിന്ന് പൊതുവിൽ അകന്നു നിന്നിരുന്ന ഒരു സമൂഹമാണ് പിന്നോക്ക സമുദായങ്ങൾ, പ്രത്യേകിച്ച് ഈഴവരെന്ന് പറയുന്നത്. CPMലെ ഉറച്ച വോട്ടേഴ്സാണല്ലോ. BJPയിൽ നിന്ന് അകന്നു നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് CPMൻ്റെ അകത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് ശരി. അതങ്ങനെ തന്നെ പുറത്തിറങ്ങി സ്വിച്ച് ചെയ്ത് ഇങ്ങോട്ട് മാറും പോരുകയാണ്. ഇത് നമ്മൾ ആറ്റിങ്ങിൽ കണ്ടിട്ടുണ്ട്, ഇത് ആലപ്പുഴ കണ്ടിട്ടുണ്ട്. ആലപ്പുഴ എന്തൊരു മുന്നേറ്റമായിരുന്നു. അതായത് ഇതേ ശോഭാ സുരേന്ദ്രൻ അടുത്ത തവണ ആലപ്പുഴ MP ആയിട്ട് മത്സരിച്ചാൽ അവർ ജയിക്കുന്ന ഉറപ്പാണ്. പാട്ടും പാടി ജയിക്കും. അപ്പോൾ ഇങ്ങനെ പാട്ടും പാടി ജയിക്കുന്ന കുറേ മണ്ഡലങ്ങൾ സത്യം പറയാം, ലിസ്റ്റ് ചെയ്ത് പറയാം. കേരളത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ല തൊട്ട് അങ്ങ് വടക്ക് വരെ ഒരു 16 or 17 മണ്ഡലത്തിൽ എവിടെ ഇവരെ നിർത്തിയാലും അവർ ജയിക്കും. ഒന്ന് ജയിക്കുന്നൊരു കാലത്തിലേക്ക് വന്നു. BJPയുടെ മുൻകാലങ്ങളിൽ BJPയുടെ ഒരു മുൻകാലമുണ്ട്. ആ മുൻകാലങ്ങളിൽ ജനങ്ങൾ വോട്ട് ചെയ്യാൻ മടിച്ചിരുന്ന കാലമുണ്ട്. സ്ഥാനാർത്ഥികൾ ചിലപ്പം അവർ സീരിയസ് ആയിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത്, പക്ഷേ എന്നാൽ പോലും സീരിയസ് ആണോ എന്ന് ജനങ്ങൾ ചിന്തിക്കുന്ന, BJPക്ക് വോട്ട് ചെയ്താൽ ജയിക്കുമോ എന്ന് ചിന്തിച്ചിരുന്ന കാലം അത് മാറി. BJPക്ക് വിന്നബിലിറ്റി ഉണ്ട്. ഈ വിന്നബിലിറ്റി എത്രയോ ആത്മാർത്ഥമായിട്ടാണ് ആളുകൾ പറയുന്നത്. ചിലപ്പോൾ 30 സീറ്റ് വരെയൊക്കെ BJP കിട്ടിയിരിക്കുമെന്ന് സീരിയസ് ആയി ആളുകൾ പറയാം. അപ്പോൾ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ സമയത്ത് അന്ന് സംഭവിച്ച ഒരു പ്രതിഭാസം നമ്മൾ ഓർക്കണം. ഇന്ത്യയിൽ അതുവരെ BJPക്ക് കിട്ടാത്ത 2 നഗരങ്ങൾ BJP പിടിച്ചു. ഒന്ന് മുംബൈ, മറ്റേത് തിരുവനന്തപുരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് രണ്ടിനും ഒരേ സ്റ്റാറ്റസിലാണ് കണ്ടത്. അതെ, അവിടെയാണ് അതിൻ്റെ പ്രത്യേകത. അതായത് മുംബൈ പിടിച്ച അതേ സീരിയസ്നെസ്സിലാണ് തിരുവനന്തപുരത്തെ കണ്ടത്. ആ തിരുവനന്തപുരം പിടിച്ചു എന്നുള്ളത് കേരളത്തിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. തിരുവനന്തപുരം ഇത് തലസ്ഥാനമാണ്, കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള എല്ലാ ജനതയുള്ളൊരു സ്ഥലമാണ്. അവിടെ BJP ആക്സെപ്റ്റ് ചെയ്തെങ്കിൽ മുഴുവൻ കേരളവും BJPയെ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറെടുക്കുന്നു എന്ന തോന്നൽ ജനങ്ങളിൽ വന്നു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ അവിടെയാണ് ആ വിന്നബിലിറ്റി കൃത്യമായിട്ട്. ഇത് പറയുമ്പോൾ എനിക്ക് കഴക്കൂട്ട് ഓർമ്മ വരും. കഴക്കൂട്ടത്ത് വി മുരളീധരൻ മത്സരിക്കും.
മുമ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച് 23,497 വോട്ടുകൾക്ക് തൊട്ടുപോയി. അതെ, അവിടെ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നു, കടകംപള്ളിയാണ് എതിർ സ്ഥാനാർത്ഥി. അതെ. UDF സ്ഥാനാർത്ഥിയുടെ പേര് ആർക്കും അറിയത്തില്ല. ഇല്ല, അറിയില്ല. അതാണ് അവസ്ഥ. സ്ഥാനാർത്ഥിയുടെ പേര് ശരത്ചന്ദ്ര പ്രസാദ്. ശരത്ചന്ദ്ര പ്രസാദാണ്. പക്ഷേ ഒരിടത്തും ആ പേര് കേൾക്കാൻ മീഡിയ പോലും അത് ഏറ്റെടുക്കുന്നില്ല. അത് വെറുതെ അല്ല, ഡീലാണോ? ഡീലല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ UDF എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ പല മണ്ഡലങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞു. അതിന് ഒരു പ്രധാന കാരണമായിട്ട് എനിക്ക് തോന്നുന്നത്, മുമ്പൊക്കെ LDFനെതിരെ വികാരം ഉണ്ടെങ്കിൽ അപ്പോൾ UDF എന്നേ മറുപടിയുള്ളൂ. തിരുവനന്തപുരം പ്രദേശത്ത് അങ്ങനെ ആയിരുന്നുവെങ്കിൽ കോർപ്പറേഷൻ UDF പിടിച്ചേനെ. കാരണം ശബരിമല വിഷയം കത്തി നിൽക്കുന്ന, സ്വർണ്ണപ്പാളി വിഷയം കത്തി നിൽക്കുന്ന സമയത്താണ് പഞ്ചായത്ത് ഇലക്ഷൻ നടക്കണേ. ഓർക്കണം, പത്മകുമാർ ജയിലിലായി, വാസു ജയിലിലാകുന്നു, പല ആൾക്കാരും പോയിട്ട് ജയിലിലായി. അന്നേരം തന്നെ ഈ വിഷയം കത്തി നിൽക്കുന്ന സമയത്ത് നടന്ന ഇലക്ഷനിൽ സ്വാഭാവികമായിട്ടും ജനവികാരം തിരുവനന്തപുരത്ത് അറിയാമല്ലോ, വിശ്വാസികളായിട്ടുള്ള ശ്രീപത്മനാഭൻ്റെ ഭക്തരായിട്ടുള്ള ആൾക്കാർ അവർ അയ്യപ്പൻ്റെ കാര്യത്തിൽ വെറുതെ ഇരിക്കുകയൊന്നുമില്ല. അവരെ എതിർവോട്ടിട്ടു. CPMനെതിരായിട്ടുള്ള വിരുദ്ധ വികാരം അവർ കാണിച്ചു. പക്ഷേ ജയിച്ചത് BJPയാണ്. അപ്പോൾ അതുകൊണ്ട് ആൾട്ടർനേറ്റീവ്സ് നോട്ട് UDF എന്നൊരു ഫീലുണ്ട്. ഈ ഒരു കാരണം കൊണ്ട് പല UDF സ്ഥാനാർത്ഥികളും അപ്രസക്തരായി. പക്ഷേ അപ്പോഴും ഈ വി മുരളീധരൻ അവിടെ കുറേ സമയമെടുത്ത് കാലങ്ങളെടുത്ത് അവിടെ നന്നായിട്ട് മണ്ഡലം ശ്രദ്ധിക്കുന്നുണ്ട്, മണ്ഡലത്തിലുണ്ട്. എന്നാൽ പോലും 23,497 വോട്ടുകൾ ശോഭാ സുരേന്ദ്രനെ തോൽപ്പിച്ച വോട്ടുകൾ. അതെ, പക്ഷേ അപ്പോൾ അത് മറികടന്ന് വരിക എന്ന് പറഞ്ഞാൽ ഇപ്പം സൂചിപ്പിച്ച കാര്യം തന്നെ ഞാൻ വീണ്ടും പറയാൻ പോവാം. അതായത് ഈ ശബരിമല വിഷയമുണ്ടല്ലോ, ദേവസ്വം വിഷയമാണ്. ദേവസ്വം വിഷയത്തിൽ എതിർവികാരം നേരിടുന്നൊരു വ്യക്തിയാണ് കടകംപള്ളി സുരേന്ദ്രൻ. ജനങ്ങളുടെ വികാരം എതിരാണ്. മാത്രമല്ല ഇതിനിടയ്ക്കൊരു പൂജാരി ആത്മഹത്യ എന്തോ ഇതൊക്കെ ശക്തിയായിട്ട് തിരിച്ചടിക്കും. അപ്പോൾ അത് പൂജാരിയുടെ ആത്മഹത്യ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ വി മുരളീധരൻ്റെ വിജയം ഉറപ്പിച്ചിരുന്നു. അത് മറ്റേ അവസാന ഘട്ടത്തിലാണ്. അതെന്താ കാര്യം എന്ന് വെച്ചാൽ ദേവസ്വം ബോർഡുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയത്തിൽ കടകംപള്ളിക്കെതിരായിട്ടൊരു വികാരം അവിടെ ഉണ്ടെന്നുള്ളത് വാസ്തവമാണ്. സ്വർണ്ണപ്പാളി വിഷയമൊക്കെ വന്നപ്പോഴും അത് അതിൻ്റെ ഒന്നുകൂടെ ഉയർന്ന തലത്തിലേക്ക് എത്തി. അപ്പോൾ പോയിറ്റിയായിട്ടിരിക്കുന്ന പിക്ചർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇത് കോർപ്പറേഷൻ ഇലക്ഷനിൽ പ്രതിഫലിച്ചത് തന്നെയാണ്. എങ്കിലും അത് പരിഗണിച്ചാണോ പരിഗണിക്കാണ്ടാണോ ഇടതുമുന്നണി കടകംപള്ളിയെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട്. അത് ഇത്തവണ തിരിച്ചടിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വട്ടിയൂർക്കാവ് VK പ്രശാന്തിൻ്റെ മണ്ഡലമാണ്. ഈ പറഞ്ഞ പോലെ 2019 ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്നതാണ്. നമ്മുടെ ഇപ്പോഴത്തെ മേയർ VV രാജേഷിനെ 21,515 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയിട്ടാണ് പ്രശാന്ത് അവിടെ ജയിക്കുന്നത്. പ്രശാന്തിനോട് മത്സരിക്കാൻ ശ്രീലേഖ സ്ഥാനാർത്ഥിയാവുന്നു. ഈ പറഞ്ഞ പോലെ ഈ ഇടയ്ക്ക് കയറി ശകലം മുടക്കി, മൂക്ക് മുറിച്ച് ശകലം മുടക്കിയായി നടക്കുന്ന ഒരു എന്താ രാഷ്ട്രീയ വേതാളമായി മാറിയിരിക്കുന്ന K മുരളീധരൻ ചിലയിടത്തൊക്കെ ഞാൻ തോപ്പിക്കും എന്ന് പറഞ്ഞ് മത്സരിക്കാൻ പറ്റുന്ന ഒരു കോമാളി രാഷ്ട്രീയക്കാരനായി മാറി. കരുണാകരൻ്റെ മകനാണ്. ആ ഒരു വാല്യൂ സ്റ്റാൻഡേർഡ് നിൽക്കാതെ ഒരു അപഹാസ്യ നാടക നടനെ പോലെ പെരുമാറുന്ന മുരളീധരൻ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീലേഖയാണ് അവിടെ സ്ഥാനാർത്ഥിയാവുന്നത്. ശ്രീലേഖയ്ക്ക് ഒരുപാട് പരാതികളുണ്ട്, മേയറായില്ല എന്നുള്ള സങ്കടമൊക്കെ തുറന്നു പറഞ്ഞു. അവസാനം സ്ഥാനാർത്ഥിയാവുന്നു. ശ്രീലേഖ അവസാനവും മാധ്യമങ്ങൾ ശ്രീലേഖയുടെ പേരിൽ ഒരു കള്ളക്കഥ ഉണ്ടാക്കി. ജയശങ്കർ വീഡിയോ വന്നപ്പോൾ പേര് പറഞ്ഞില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി എന്നുള്ള പച്ചക്കള്ളം പറഞ്ഞ വാർത്ത അങ്ങനെയൊക്കെ ഉണ്ടാക്കി. ഇപ്പോൾ ശ്രീലേഖ ഒരു IPS ഉദ്യോഗസ്ഥ, DGP, കേരളത്തിലെ ആദ്യത്തെ വനിതാ DGP ആയിരുന്ന ശ്രീലേഖ പോലെയുള്ള രാഷ്ട്രീയ പരിചയമില്ലാത്ത ഒരാൾക്ക് ഈ രണ്ട് രാഷ്ട്രീയക്കാരോട് മത്സരിക്കുമ്പോൾ അതും 21,515 വോട്ടുകളുടെ ഭൂരിപക്ഷം LDFനുള്ള മണ്ഡലത്തിൽ ജയിക്കാൻ പറ്റുമോ എന്നുള്ള ആശങ്ക പുലർത്തുന്ന പലരും ഉണ്ട്. ഇടതനുകൂല മാധ്യമങ്ങളുടെ ഒരു കളി അവിടെയുണ്ട്. അതിനൊരു കാരണം എന്ന് വെച്ചാൽ ശ്രീലേഖ മത്സരിക്കുന്ന സമയത്ത്, അതായത് കോർപ്പറേഷനിലേക്ക് മത്സരിക്കുമ്പോൾ ജനങ്ങൾക്കിടയിൽ പരന്നൊരു ഫീലുണ്ട്. ചിലപ്പോൾ അവർ മേയറായേക്കും. അത് പാർട്ടി പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ലായിരുന്നു, പക്ഷേ ഒരു ഫീല് ജനങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെ പ്രതിഫലിച്ചെന്ന് ചോദിച്ചാൽ ഈ ആൾക്കാർ ആരുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? ആര്യ രാജേന്ദ്രനുമായിട്ടാണ്. ആര്യ രാജേന്ദ്രനെ കുറിച്ച് ഓർത്താൽ വോട്ട് ചെയ്യാൻ വീട്ടിൽ നിന്ന് ഇറങ്ങൂല. അല്ല, ശിവൻകുട്ടിയുടെ പരിപാടിക്ക് ആര്യ രാജേന്ദ്രൻ പങ്കെടുക്കാൻ ചിലപ്പോൾ മാറി നിൽക്കുന്നു പറഞ്ഞു. അപ്പോൾ എനിക്ക് സങ്കടം വന്നു കേട്ടോ. അത് ആര്യ അവിടെ മാറി ദൂരത്ത് നിൽക്കുന്ന ആ സീൻ അല്ല, അത് അത്രയ്ക്കധികം. അപ്പം ഈ ആര്യ രാജേന്ദ്രൻ ഒരു വശത്തും മുൻ DGP ആയ, അതായത് ഡിസിപ്ലിൻ ആണല്ലോ ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ക്വാളിറ്റി എന്ന് പറയുന്നത്. പോലീസുകാരനാണോ ഡിസിപ്ലിൻ അല്ലേ? പിന്നെ ഇരിക്കുന്ന സ്ഥാനം ഏതായിരുന്നു? സ്റ്റേറ്റ് പോലീസ് ചീഫ്, ലോ ആൻഡ് ഓർഡർ നിയന്ത്രിച്ചിരുന്ന വ്യക്തി. ഇങ്ങനെ ആളും തമ്മിൽ ജനങ്ങൾ കമ്പയർ ചെയ്യുമ്പം ഇടതുപക്ഷക്കാരുടെ വോട്ട് പോലും ഇപ്പുറത്ത് വരും. ഇത് സംഭവിച്ചിട്ടുണ്ട്. അവർ മേയർ സ്ഥാനാർത്ഥി ആയിരുന്നില്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ ജനങ്ങൾ
സ്ത്രീകളുടെ വോട്ട് പ്രത്യേകിച്ച്. ഉം. ഈ ശബരിമല വിഷയത്തിൽ CPM-നെതിരായിട്ട് സ്ത്രീ വോട്ടുകൾ ഇങ്ങനൊരു ലേഡി നേതാവിനെയും കൂടെ കണ്ടുകൊണ്ട് തന്നെയാണ് വന്നേക്കുന്നത്. ഉം. അതവരെ വിജയിപ്പിക്കുന്നതിലും നിർണായകമായി. ആ ആളെ BJP വീണ്ടും ഇറക്കിയേക്കുന്നത് ബുദ്ധിപരമായൊരു കളിയാണെന്നാണ് എൻ്റെ വിശ്വാസം. അത് BJP നേതൃത്വം ആലോചിച്ചത് തന്നെയാണ്. അവിടെ ഞാൻ സത്യം പറഞ്ഞാൽ ബഹുമാനിക്കുന്നത് ശ്രീലേഖ IPSൻ്റെ ഡിസിപ്ലിൻ എന്ന ക്വാളിറ്റി തന്നെയാണ്. അവരോട് കോർപ്പറേഷൻ ഇലക്ഷൻ നിൽക്കാൻ പറഞ്ഞു. ഇത്ര ഉയർന്നൊരു സ്ഥാനത്തിരുന്നവരാക്കി ഇങ്ങനെ പോയി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ അവർ വന്നു. അതിനുശേഷം നിയമസഭാ ഇലക്ഷൻ നിൽക്കാൻ പറഞ്ഞു. ഷീസ് ഒബെയിങ് ആൻഡ് ഷീസ് എഗ്രിയിങ്. അതൊരു ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. അവർ പാർട്ടിക്കൊപ്പമാണ് എന്നുള്ളതാണ്. അതിനിടയ്ക്ക് മാധ്യമങ്ങൾ ഇവരെ പാർട്ടിക്ക് എതിരാണെന്നോ കുഴപ്പക്കാരിയാണെന്നോ ചാർത്തി കൊടുക്കാൻ ശ്രമിക്കുകയാണ്. അതൊരു നിന്ദ്യമായ കളി. അതായത് BJP-കാർക്ക് തന്നെ ഒരു നീരസം ഉണ്ടാവണം. അതെ, എന്നിട്ട് അവർ തോറ്റു പോകണം. അത് മണ്ഡലത്തിൽ അവർക്ക് അനുകൂലമായിട്ട്. അല്ല, മണ്ഡലത്തിന് പുറത്തുള്ള ചില BJP-കാർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. എന്താ ഇവർ കാണിക്കുന്നു, അത് മനഃപൂർവ്വം ക്രിയേറ്റ്. പക്ഷേ മണ്ഡലത്തിനകത്തുള്ളവർക്ക് തോന്നുന്നില്ല. കാരണം അവർ ദൃക്സാക്ഷികളാണ്. ഇതേ ചടങ്ങിൽ അവിടെ ആൾക്കാരുണ്ടല്ലോ, അവരെന്താ ചെയ്യുന്നത് കാണുന്നുണ്ടല്ലോ. ഇത് കണ്ട ഒരാൾ അപ്പോൾ തന്നെ പോസ്റ്റ് ഇട്ടിരുന്നു, ഞാനിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, സംഭവിക്കുന്നത് ഇങ്ങനെ, ഇവരെന്താ ഇങ്ങനെ പറയണേ, ഈ മാധ്യമങ്ങൾ എന്തിനാ ഇങ്ങനെ പറയണമെന്നൊരു ചോദ്യം വന്നു. അതായത് ശ്രീലേഖയും BJP-കാരും തമ്മിൽ ഉടക്കാണ്, പ്രശ്നമാണ്, ഇവർ തലവേദനയാണെന്ന് അങ്ങനെ ഒരു ചിത്രം സൃഷ്ടിക്കാനാണ് മാധ്യമങ്ങൾ നോക്കുന്നത്. പക്ഷേ അത് പരാജയപ്പെടുകയാണ്. അവരെ ഒരു ലാഫിംഗ് സ്റ്റോക്കാക്കി മാറ്റാൻ മാക്സിമം ശ്രമം ഇവിടുത്തെ മാധ്യമങ്ങൾ നടത്തി. അത് തിരിച്ചടിച്ചു. അതായത് കൂടുതൽ നെഗറ്റീവ് ആകുമ്പോൾ ചിലത് പോസിറ്റീവായിട്ട് മാറും. അല്ലെങ്കിൽ മാത്സിലെ നിയമം അങ്ങനെയാണല്ലോ, പോസിറ്റീവ് ആണല്ലോ. നമുക്ക് ഇത് നമ്മൾ തിരുവനന്തപുരത്ത് തന്നെ ഇങ്ങനെ കറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് നിയമം പറയണം. അതെ, നിയമം കൂടെ പറഞ്ഞിട്ട് നമുക്കൊന്നും മഞ്ചേശ്വരത്തിൽ പോകാം. നിയമത്തിൽ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ശിവൻകുട്ടിയുടെ മണ്ഡലമാണ്. അതെ, ശിവൻകുട്ടിയും ഈ പറഞ്ഞ പോലെ 3949 വോട്ടുകൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കുമ്മനത്തിനെ പരാജയപ്പെടുത്തിയ മണ്ഡലമാണ്. അവിടെ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ എന്നുള്ള സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം വന്നപ്പോൾ തന്നെ ആ മണ്ഡലത്തിൻ്റെ സ്വഭാവമൊക്കെ മാറി. ശിവൻകുട്ടി ആദ്യം പറഞ്ഞു ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അവസാനം പിണറായി ശാസിച്ചു. ശിവൻകുട്ടി ഈ പേര് കേട്ടപ്പോഴേ പേടിച്ചു. അപ്പോൾ അതുകൊണ്ട് നിയമത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിക്കണമെന്നില്ല എന്ന് തോന്നുന്നു. അല്ല, അവിടെ രാജീവ് ചന്ദ്രശേഖറിന് വിജയം ഉറപ്പാണ്, സംശയമൊന്നുമില്ല. 62,000 വോട്ടിന് മുകളിൽ അദ്ദേഹം പിടിക്കും. 62,000 വോട്ടിന് വിജയിക്കും. അത്തരം പിടിക്കും എന്നുള്ളതാണ്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അല്ല അങ്ങനെയാണെങ്കിൽ ഒരു 10,000+ വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടാവും. മുമ്പ് 61-62 രാജഗോപാൽ ജയിച്ചപ്പം ഉണ്ടായിരുന്നത്. ശിവൻകുട്ടിക്ക് 59,000 ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ, ഇപ്പുറത്ത് സുരേന്ദ്രൻ പിള്ളയായിരുന്നത്, അദ്ദേഹത്തിൻ്റെ വോട്ടുകൾ 13,000 ഇഷ്ടം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം മണ്ഡലത്തിൻ്റെ പ്രത്യേകത, ക്വാളിറ്റിയുള്ള സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാണ്. ഇതാണ് നമ്മൾ ഏത് മണ്ഡലവും. അല്ല, അവിടെ വേറൊരു വിശേഷം കൂടിയുണ്ട്. മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ 30,000 ഉണ്ട്. പക്ഷേ ആ വോട്ടുകൾ ഈ പറഞ്ഞ പോലെ കമ്മ്യൂണൽ വോട്ടുകൾ അല്ലാതെ വോട്ട് ചെയ്യുന്ന വോട്ടുകളാണ്. ക്വാളിറ്റി നോക്കി വോട്ട് ചെയ്യുന്നത്. ഞാൻ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ലോക്സഭാ ഇലക്ഷൻ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ അവിടെ പ്രവർത്തനത്തിനുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാൻ അവിടെ ഒരു ശ്രീകണ്ഠേശ്വര അമ്പലം വരെ ഒന്ന് പോയി. തിരിച്ചു വന്ന് ഓട്ടോയിൽ, അപ്പോൾ ഓട്ടോക്കാരോട് സംസാരിക്കുക എന്നുള്ളൊരു ശീലമാണ്. ആളുടെ പേര് ചോദിക്കും, അദ്ദേഹത്തിൻ്റെ ഒരു അഫിലിയേഷൻ മനസ്സിലാക്കാൻ ശ്രമിക്കും, എന്നിട്ട് എന്താണ് ഇവർ രാഷ്ട്രീയ നിലപാട്. അപ്പോൾ ഓട്ടോയിൽ കയറി ഒരു മുസ്ലിം പയ്യനാണ് ഓട്ടോ ഓടിക്കുന്നത്. അയാൾ ഇങ്ങോട്ട് പറയുകയാണ്, എന്നോട് ഇങ്ങോട്ട് പറയും. ഞാൻ ആരാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, RC-യുടെ ഒരു ഇലക്ഷൻ ക്യാമ്പയിന് വന്ന ആളാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ ജയിക്കേണ്ടത് രാജീവ് ചന്ദ്രശേഖർ ആണ് എന്ന് ഇങ്ങോട്ട് പറയണം. ഇവിടെ ജാതി മതമൊന്നുമില്ല, അവിടെ ഹിന്ദു ഇല്ല, മുസ്ലിം ഇല്ല, ക്രിസ്ത്യാനി ഇല്ല, BJP ഇല്ല, CPM ഒന്നുമില്ല. ഇത് തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെ ക്വാളിറ്റിയാണ്. ഞാൻ ചോദിച്ചോട്ടെ, UDF ഓൾമോസ്റ്റ് അവിടെ നിന്ന് ഔട്ടാണ്. പക്ഷേ ശശി തരൂർ നിൽക്കുമ്പോൾ അവർ വോട്ട് ചെയ്യുന്നു. കാരണം എന്താ, തരൂരിന് കൊടുക്കുന്നൊരു ബഹുമാന്യതയുണ്ട്. ഇത് VK കൃഷ്ണമേനോന് പണ്ട് ഇങ്ങനെ ഈ ബഹുമാന്യത കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ മണ്ഡലം ചില ക്വാളിറ്റി കാണിക്കും. രാജീവ് ചന്ദ്രശേഖറെ പോലെ, VK കൃഷ്ണമേനോനെ പോലെ, ശശി തരൂരിനെ പോലെ ചിലരെ അഭിമാനമായിട്ട് അവർ വയ്ക്കുന്നു. തരൂർ ആ ക്വാളിറ്റി കാണിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ വന്ന സമയത്ത് തരൂർ എങ്ങനെയാണ് പെരുമാറുന്നത്? ലോകം മുഴുവൻ ഇന്ത്യക്ക് വേണ്ടി സംസാരിച്ചത് തരൂരാണ്. മോദി പറഞ്ഞ മാൻ എന്നുള്ളതിന് അർത്ഥമുണ്ടല്ലോ. ആ ടൈപ്പ് ആൾക്കാരാണ് തിരുവനന്തപുരത്തിന് ആവശ്യം. അത് രാജീവ് ചന്ദ്രശേഖർ സ്റ്റേറ്റ്സ്മാനാണ്, ശശി തരൂർ സ്റ്റേറ്റ്സ്മാനാണ്, VK കൃഷ്ണമേനോൻ അങ്ങനെയായിരുന്നു. ഈ പദത്തിൻ്റെ സ്റ്റാൻഡേർഡ് എന്താണ് ഇത് മനസ്സിലാക്കുന്ന മനുഷ്യർ എവിടെയുണ്ട്? അവിടുത്തെ മനുഷ്യരാരൊക്കെയാണ്? ഇത് തലസ്ഥാനമാണ്, പണ്ട് രാജ്യതലസ്ഥാനമായിരുന്നു, ഇന്ന് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണ്. യൂണിവേഴ്സിറ്റികളിലുള്ള നിരവധി ശാസ്ത്ര സ്ഥാപനങ്ങളിലുള്ള, അതായത് പ്രൊഫസർമാർ, സയൻറ്റിസ്റ്റുകൾ, ടെക്നോക്രാറ്റുകൾ, IT മേഖലയിലെ ഉദ്യോഗസ്ഥന്മാർ, പോളിസി മേക്കേഴ്സ്, അവിടെ എല്ലാ പൊളിറ്റീഷ്യൻസും പോളിസി മേക്കേഴ്സും കൂടിയാണ്.
ഇവരെല്ലാം ഇരുന്ന് ചിന്തിക്കുമ്പോൾ അവർ സ്വയം കമ്പയർ ചെയ്യും. ഈ ശാസ്ത്രത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പെട്ടെന്നൊരു കാര്യം ഓർത്തത്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അത് ഡോക്ടർ ബാലരാമ കൈമൾക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ കണ്ടുപിടുത്തത്തിന് പേറ്റൻറ്റ് കിട്ടിയ ദിവസമാണ്. അതുകൊണ്ട് ഞാനൊന്നും മെൻഷൻ ചെയ്തില്ല, മോശമാണ്. അതുകൊണ്ട് ഇന്ത്യ ലൈവ് പ്രേക്ഷകരുടെ പേരിൽ എല്ലാ അഭിനന്ദനങ്ങളും കൂടി ഞാൻ അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഓക്കെ, അപ്പോൾ ഈ തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെ ഒരു അടിസ്ഥാന പ്രത്യേകത, അവർ മറ്റു മണ്ഡലങ്ങളെ വ്യത്യാസമായിട്ട് ഒരു സ്വയം എലീറ്റ് ക്ലാസ് എന്ന് പറയുന്ന സമൂഹത്തിലെ ഐഡിയോളജിസ്റ്റുകൾ, പോളിസി മേക്കേഴ്സ്, എന്താണ് പോളിസി എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ, ഇങ്ങനൊരു സമൂഹമുള്ളൊരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിന് ഏറ്റവും താല്പര്യമുള്ള സ്ഥാനാർത്ഥിയാണ് RC. കറക്റ്റായിട്ട് പറഞ്ഞാൽ ആ മണ്ഡലം സ്വന്തമാക്കിയിരിക്കുന്ന രണ്ടുപേരാണ് രാജീവ് ചന്ദ്രശേഖറും ശശി തരൂരും. പിന്നെ അവർ തമ്മിൽ മത്സരിക്കുമ്പോൾ ചെറിയ വ്യത്യാസം, ഒരാൾ തോറ്റുന്നത്, അത്രേ ഉള്ളൂ. അതാണ് അതിൻ്റെ സംഭവം. ഏതായാലും നമുക്ക് എന്നെ സംബന്ധിച്ച് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം മഞ്ചേശ്വരമാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം വെറും 745 വോട്ടുകൾക്ക് കെ സുരേന്ദ്രൻ AKM അഷ്റഫിനോട് തോറ്റ മണ്ഡലം. അതിനു മുമ്പ് 89 വോട്ടുകൾക്ക് തോറ്റുപോയ മണ്ഡലം. അപ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട് ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ. ഈ തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ ഏതാണ്ട് 20,000-ഓളം വോട്ടുകൾ അവിടെ വ്യാജ വോട്ടുകൾ, മരിച്ചവർ, കള്ള വോട്ടുകൾ ഒക്കെ വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്തിരിക്കുന്നു. അതൊരു വലിയ ഘടകമാണ്. അതിനകത്ത് ഒരു നല്ല ശതമാനം, ഈ 745-നേക്കാളും എത്രയോ ഇരട്ടി വോട്ടുകൾ പോയിട്ടുണ്ട്. പിന്നെ തീർച്ചയായും രണ്ടാമത്തത്, മഞ്ചേശ്വരത്ത് നിന്ന് ഞാൻ അടുത്തിടെ കാസർഗോഡ് പോയപ്പോൾ മഞ്ചേശ്വരത്ത് നമ്മുടെ കേസുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നടന്നിട്ടുള്ള ചില തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രനെ തോൽപ്പിക്കാൻ വേണ്ടി അവിടെ ചെയ്യുന്ന ഒരുപാട് പരിപാടികളുണ്ട്. അതിലൊന്നാണ് ചില സംഘങ്ങൾ വിനോദയാത്ര, തീർത്ഥയാത്ര പ്ലാൻ ചെയ്യും. അവിടെയുള്ള കുറേ ഹിന്ദു വോട്ടർമാരെല്ലാം ബസ് പിടിച്ച് പോകും. അതിപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം വരും എന്ന തരത്തിലാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ ഒരു ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ. അങ്ങനെ വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ബാംഗ്ലൂരൊക്കെയുള്ള താമസിക്കുന്ന അതായത് കള്ളത്തരം പ്രൊഫഷണലായിട്ട് കാണിക്കും. പിന്നെ സുരേന്ദ്രൻ്റെ ഭാഗത്തുനിന്ന് BJPയുടെ സൈഡിൽ നിന്നുണ്ടായ ഒരു വീഴ്ച ഞാൻ കാസർഗോഡ് പറഞ്ഞു കേട്ടോ. അതായത് ഒരുപാട് വോട്ടർമാർ കർണാടകയുടെ പല ഭാഗങ്ങളുണ്ട്. കാരണം അവിടെ മഞ്ചേശ്വരം മണ്ഡലത്തിൻ്റെ പകുതി RSSൻ്റെ ഘടനയനുസരിച്ച് കർണാടക സ്റ്റേറ്റിലാണ്. RSSൻ്റെ പ്രാന്തം അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ ഒരുപാട് ആളുകൾ ബാംഗ്ലൂരും കർണാടകയുടെ പല ഭാഗത്ത് അവരെയൊക്കെ കൊണ്ടുവന്ന് ഒട്ടിയിരിക്കാൻ എല്ലാ പാർട്ടിക്കാരും ചെയ്യും. സുരേന്ദ്രൻ കുറച്ച് ബസ്സുകൾ അയച്ചു, 1-2 ബസ്സുകൾ കൂടി അയച്ചിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നു. അങ്ങനെ പറ്റിപ്പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സുരേന്ദ്രൻ പിന്നെ ഒരുപാട് ഗൾഫിലുള്ള ഒരുപാട് ആളുകളുടെ കള്ളവോട്ടുകൾ ചെയ്തിട്ടുണ്ട്. അത് തെളിയിക്കാൻ പറ്റി, ഹൈക്കോടതി തെളിയിച്ചതാണ്. അങ്ങനെ പക്ഷേ ആ ഇടയ്ക്ക് അവിടെ എതിർ സ്ഥാനാർത്ഥി മരിച്ചുപോയ തുറന്ന കേസ് ഇല്ലാതായി പോയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് SIR വന്നുകൊണ്ട് ഈ കള്ളവോട്ടിൽ വലിയൊരു കുറവ് വരും. അത് ഒരു പ്രധാന കാര്യമാണ്. പിന്നെ അതുപോലെ നേരിട്ട് ഈ അവസാന ഘട്ടത്തിൽ സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ ആൾക്കാർക്ക് പ്രതീക്ഷ കെടുന്ന തരത്തിലുള്ള സംഭവം ഉണ്ടായത് ഗൾഫിലെ യുദ്ധമാണ്. ഇറാൻ യുദ്ധം. അവിടെ കൂട്ടത്തോടെ വന്ന് വോട്ട് ചെയ്യുന്ന ഒരുപാട് പേര് വന്നിട്ട് ഒരാഴ്ച മുമ്പ് തീർന്നിരുന്നെങ്കിൽ വിമാനം ചാർട്ടർ ചെയ്ത് ആളുകൾ വരുമായിരുന്നു. അപ്പോൾ അവിടെ അങ്ങനെ അതൊരു 3,000-4,000 വോട്ട് തന്നെ അങ്ങനെ ആ മട്ടിൽ കുറവ് വരാൻ സാധ്യതയുള്ള, ആ കുറവ് വരിക എന്ന് പറഞ്ഞാൽ വോട്ടിങ് കുറഞ്ഞു പോകണമല്ല, അവർക്ക് എത്താൻ വരാൻ പറ്റുന്നില്ല, വന്നാൽ തിരിച്ചു പോകാൻ പറ്റുമെന്നറിയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സന്നിഗ്ധാവസ്ഥ ഉള്ളതുകൊണ്ട് അതും ഇത്തവണ മണ്ഡലത്തിലെ വോട്ടിങ്ങിനെ, അതുകൊണ്ട് ഞാൻ ആദ്യം പ്രതീക്ഷിക്കുന്നത് കാസർഗോഡ് റിസൾട്ടാണ്. തീർച്ചയായിട്ടും ആദ്യം അനൗൺസ് ചെയ്യപ്പെടുന്നത് അത് തന്നെയായിരിക്കും ഒരു പക്ഷേ, സംശയമൊന്നുമില്ല. കാരണം BJP സ്ഥാനാർത്ഥിക്ക് ഞാൻ കേരളത്തിൽ ഇത്തവണ ഫസ്റ്റ് അനൗൺസ് ചെയ്യപ്പെടാൻ പോകുന്ന എന്ന് വെച്ചാൽ ഏറ്റവും എളുപ്പം ജയിക്കാൻ, അതുകൊണ്ടാണല്ലോ മറ്റ് തർക്കങ്ങളിലാണ് കാസർഗോഡും പാലക്കാടും. അതെ, അത് ഇതൊക്കെ തന്നെയാണ്. മഞ്ചേശ്വരം ഒന്നാമതായിട്ട് വരും, മഞ്ചേശ്വരം പിന്നെ പാലക്കാട്. കാസർഗോഡ് നല്ല മത്സരമാണ്. തീർച്ചയായിട്ടും നല്ല മത്സരം. ഇതേ ഗൾഫ് ഫാക്ടറും ഇതേ SIR ഫാക്ടറും സ്വാധീനിക്കാൻ പോകുന്ന സ്ഥലം തന്നെയാണ്. ഇതിനൊക്കെ അപ്പുറം മറ്റൊരു അടിയൊഴുക്ക്, അത് ഞാൻ നോക്കിയിട്ട് അത് സീരിയസ് ആണ്. കാരണം കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പിണറായിക്കാണ് പിന്തുണ പ്രഖ്യാപിച്ചേക്കുന്നത്. ഈ കാന്തപുരം അതിനൊരു സീരിയസ്നെസ് ഉണ്ട്. പലരും കാന്തപുരത്തെ പ്രത്യേകിച്ച് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അത്ര സീരിയസ് ആയിട്ട് എടുക്കാറില്ല. പക്ഷേ മുസ്ലിം സമൂഹത്തിനകത്ത് ജമാഅത്ത് ഇസ്ലാമി ഉണ്ടാക്കിയിരിക്കുന്ന ഐഡിയോളജിക്കൽ ഗ്യാപ്പുണ്ട്. ഇവിടെ ഒരു ഫൈറ്റ് ഉണ്ട്. മഹല്ലുകൾ പിടിക്കാൻ ശ്രമിക്കുക, പള്ളികളുടെ നിയന്ത്രണം എടുക്കാൻ നോക്കുക. ഇവിടുത്തെ പള്ളികളെ ഒരു ഭാരതീയമായ എൻവയോൺമെൻറ്റിൽ നിർത്താനാണ് പലപ്പോഴും കാന്തപുരവും അതുപോലെ സമസ്ത പോലുള്ള ആൾക്കാർ, തങ്ങൾമാർ ഇവരൊക്കെ നോക്കുന്നത്. മറുവശത്ത് ജമാഅത്തെ ഇസ്ലാമി, സലഫി പ്രസ്ഥാനങ്ങളുമൊക്കെ ഒരു വൈദേശിക രീതിക്കാണ്. ഈ തങ്ങൾ എന്നുള്ള പേര് തന്നെ സത്യം പറഞ്ഞാൽ അതൊരു ഹിന്ദു സർനെയിമാണ്. അതിവിടുത്തെ രാജപാരമ്പര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്ന ഒന്നാണ്.
അവർ പാരമ്പര്യമായിട്ട് കേരളത്തിൻ്റെ ചില വിശ്വാസ രീതികളുമായിട്ട് ഒത്തുപോകുന്ന ആൾക്കാരാണ്. മറുവശത്ത് മതരാഷ്ട്രവാദം, ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ഞങ്ങൾ ഒരുമിക്കില്ല എന്ന് പറയുമ്പോൾ മതരാഷ്ട്രവാദവും ഈ നാട്ടിലുള്ള ആൾക്കാരും തമ്മിലുള്ള ഒരു വ്യത്യാസം അവിടെയുണ്ട്. ഇതും ഇലക്ഷനിൽ പ്രതിഫലിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ കൺസോളിഡേഷൻ ഓഫ് വോട്ട്സ് ചിലപ്പോൾ ഉണ്ടാവില്ല. കാരണം ഇത് ഒരു സമൂഹത്തിൻ്റെ ഉള്ളിൽ രൂഢമൂലമായ പ്രശ്നമാണ്. ഇപ്പോൾ ക്രിസ്തീയ സഭയ്ക്കകത്ത് ഒരു സഭയുടെ ഇല്ല 2 സഭകൾ തമ്മിൽ പള്ളി പ്രശ്നത്തിൽ ഫൈറ്റ് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. കാന്തപുരത്തിൻ്റെ കാര്യം പറയുമ്പോൾ കാന്തപുരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടിരുന്നു. അതെ, അത് കാണുമ്പോൾ പോലും അദ്ദേഹം ഞാൻ ഈ നാടിനൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നല്ലേ പറയാൻ നോക്കുക. ജമാഅത്ത് ഇസ്ലാമിക്ക് എതിരായിട്ട് ജമാഅത്ത് ഇസ്ലാമി രാഷ്ട്രീയ സ്റ്റാൻഡ് എടുക്കുമ്പോൾ കാന്തപുരം രാഷ്ട്രീയ സ്റ്റാൻഡ് എടുക്കുന്നത് ശരിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു തെറ്റുമില്ല. കാരണം അദ്ദേഹം ജമാഅത്ത് ഇസ്ലാമിക്ക് എതിരാണെങ്കിൽ ഉറപ്പായിട്ടും മതരാഷ്ട്രവാദത്തിനെതിരെ ദേശീയവാദികൾക്കൊപ്പം അദ്ദേഹം ഒന്ന് ക്ഷയിക്കാനെങ്കിലും കൊടുക്കണം. അതൊരു യഥാർത്ഥ ഒരാവശ്യം. അതെ അതെ. വോട്ട് എവിടെ ചെയ്തെന്നുള്ളതല്ല, പക്ഷേ അതൊരാവശ്യമാണ്. അതെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും തീപാറുന്ന മത്സരങ്ങൾ നടക്കുന്ന ചില മണ്ഡലങ്ങളിലൂടെ വോട്ടെടുപ്പിന് ശേഷം ഉള്ള ഒരു പര്യടനമാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് തുടരും. മറ്റ് പ്രധാനപ്പെട്ട ചില മണ്ഡലങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൈമൾജി നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം നമുക്ക് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളും യോജിക്കുന്നുണ്ട്. കാരണം യാഥാർത്ഥ്യവുമായി വളരെ ചേർന്ന് നിൽക്കുന്ന ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന്, ഗ്രൗണ്ടിൽ നിന്നുള്ള അറിവുകളുടെയും വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ വർത്തമാനം പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളോടൊപ്പം സഞ്ചരിക്കുക. ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുള്ളവർ മറക്കാതെ ഇന്ന് തന്നെ ചെയ്യുക. നമുക്ക് മറ്റൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N. ആ ചാനലിലും നമ്മുടെ വീഡിയോകൾ വരുന്നുണ്ട്, പുതിയ വീഡിയോകൾ. ഈ വീഡിയോകളല്ല, റിപ്പറ്റീഷനല്ല. ആ ചാനലിനെ കൂടെ സപ്പോർട്ട് ചെയ്യണം. ഇന്ത്യ ലൈവും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു.